ഞാൻ ഷാജി മാത്യു, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി, വേൾഡ് മലയാളി കൗൺസിൽ. സുഹൃത്തുക്കളെ, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഫെബ്രുവരി 25, 2026 വൈകിട്ട് 5 മണിക്ക് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കൂടുന്നു. 2:30 വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കൂടുന്നു. അതിനോടനുബന്ധിച്ച് പബ്ലിക് മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിങ്ങിൽ മന്ത്രിമാര്, MLA മാര്, MP മാര്, അതുപോലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മികവ് തെളിയിച്ച നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ 70 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമാണ് ഈ വരുന്ന 25-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കൂടുന്നത്. 100 നേഴ്സിംഗ് സ്റ്റുഡൻസിന് 1 ലക്ഷം രൂപ വീതം 100 പേർക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിലാണ് ആ 100 കുട്ടികൾക്ക് 1 കോടി രൂപയുടെ വിദ്യാഭ്യാസ സഹായം നൽകുന്നത്. വേൾഡ് മലയാളി കൗൺസിലിന്റെ വനിതാ ഫോറം ഒരു വളരെ നിർധനരായ ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ച് നിർമ്മിച്ച് നൽകുന്നു. ആ വീടിന്റെ താക്കോൽ ദാനവും അന്ന് തന്നെ ഉണ്ടാവും. അതുപോലെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ 2 ഡോക്ടേഴ്സ്, 2 നേഴ്സുമാര്, അവർക്ക് വേൾഡ് മലയാളി കൗൺസിലിന്റെ എക്സലൻസ് അവാർഡ് അന്ന് വിതരണം ചെയ്യുകയാണ്. വേൾഡ് മലയാളി കൗൺസിലിന്റെ എല്ലാ നേതാക്കന്മാരും കുടുംബാംഗങ്ങളെയും അന്നേ ദിവസം ഉണ്ടാകണം. അന്നേ ദിവസം നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു ഉത്സവ പ്രതീതിയായിട്ട് നമുക്ക് കൂടാം. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവർ ഒന്നിച്ചു കൂടുന്ന ഒരു മഹാസമ്മേളനമാക്കി നമുക്ക് മാറ്റാം. നമ്മൾ തായ്ലൻഡിൽ നമ്മുടെ ഗ്ലോബൽ കോൺഫറൻസ് കൂടിയപ്പോൾ ഏതാണ്ട് 600-ൽ പരം കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. അതിനുശേഷം ഈ പരിപാടി സംഘടിപ്പിക്കുന്നു. നവംബർ 7-ന് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ ഫെബ്രുവരി 25-ാം തീയതി ബുധനാഴ്ച എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. 26-ാം തീയതി രാവിലെ 6:30 ഒരു വാക്കത്തോൺ മസ്കറ്റ് ഹോട്ടലിൽ നിന്നും നമ്മൾ എല്ലാവരും കൂടെ പാർവതി പുത്തനാർ കനാല് ജലഗതാഗത യോഗ്യമാക്കണം എന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വാക്കത്തോൺ നടത്തുന്നു. അത് കഴിഞ്ഞ് 4 മണിക്ക് നമ്മൾ പുതിയ വീട് നമ്മൾ വെച്ചു കൊടുക്കുന്ന വീടിന്റെ ഗൃഹപ്രവേശത്തിനും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.